കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ അപകടങ്ങൾ തുടർക്കഥയാകുമ്പോൾ കെട്ടിട നിർമ്മാണത്തിലെ അപാകത വീണ്ടും ചർച്ചയാകുന്നു. അത്യാഹിത വിഭാഗം പ്രവർത്തിക്കുന്ന കെട്ടിടത്തിന്റെ നിർമ്മാണത്തിലെ പിഴവുകളാണ് അപകടങ്ങളിലേക്ക് നയിക്കുന്നതെന്ന വിമർശനമാണ് ശക്തമാകുന്നത്. NIT സംഘം കെട്ടിടം പരിശോധിക്കണമെന്ന് BJP ആവശ്യപ്പെട്ടു. PMSSY പദ്ധതി പ്രകാരം നിർമ്മിച്ച കെട്ടിടത്തിൽ ഓപ്പറേഷൻ തിയേറ്ററുകൾ, ന്യൂറോ സർജറി, 12 ICUകൾ, കാർഡിയാക് സർജറി, സർജിക്കൽ ഗ്യാസ്ട്രോ, തീവ്രപരിചരണ വിഭാഗം, അത്യാഹിത വിഭാഗം തുടങ്ങിയവയാണ് പ്രവർത്തിക്കുന്നത്. 195 കോടി രൂപ ചെലവിലാണ് നിർമ്മാണം. 2017 നിർമ്മാണം തുടങ്ങിയെങ്കിലും 2023 പൂർത്തീകരിച്ചത്. 2021 കോവിഡ് കാലത്ത് തന്നെ രോഗികളെ പ്രവേശിപ്പിച്ചിരുന്നു. അത്യാഹിത വിഭാഗമടക്കം ഈ അടുത്താണ് പൂർത്തിയായത്. 70% തുക കേന്ദ്ര സർക്കാർ വിഹിതവും 30% സംസ്ഥാന സർക്കാർ വിഹിതവുമാണ്. HLL ഹൈറ്റ്സ് എന്ന പൊതുമേഖലാ സ്ഥാപനത്തിനാണ് കരാർ നൽകിയത്. എന്നാൽ തുടക്കം മുതൽ നിർമ്മാണവുമായി ബന്ധപ്പെട്ട് പരാതികൾ ഉയർന്നിരുന്നു. സംസ്ഥാന സർക്കാരിന്റെയും ആരോഗ്യ വകുപ്പിന്റെയും വീഴ്ചയാണ് ഇതിന് പിന്നിലെന്ന വിമർശനവും ശക്തമായിരുന്നു. ഈ ആശുപത്രിക്ക് കീഴിലുള്ള അല്ലെങ്കിൽ ഈ ആരോഗ്യ വകുപ്പിന് കീഴിലുള്ള ചില ഉദ്യോഗസ്ഥരെ വിദഗ്ധരെന്ന് വിശേഷിപ്പിച്ചുകൊണ്ട് അന്വേഷണം നടത്തി ഗുഡ് സർട്ടിഫിക്കറ്റ് കൊടുക്കാനുള്ള ഒരു മത്സരമാണ് ഇപ്പോൾ നടക്കുന്നത്. ഞങ്ങൾ തുടക്കം മുതൽ ആവശ്യപ്പെട്ടിട്ടുള്ളത് NITയിലുള്ള അല്ലെങ്കിൽ REC പോലുള്ള സ്ഥാപനങ്ങളിലെ നല്ല വിദഗ്ധരായിട്ടുള്ള ടെക്നിക്കൽ, സിവിൽ തുടങ്ങിയിട്ടുള്ള മേഖലകളിലെ ആൾക്കാരെ പങ്കെടുപ്പിച്ചുകൊണ്ട് ഒരു വിദഗ്ധരുടെ ഒരു സംഘം അന്വേഷിച്ചാൽ മാത്രമേ ഇത് കണ്ടെത്താൻ പറ്റുകയുള്ളൂ. കാരണം ഇവിടെ പർച്ചേസിങ്ങിൽ വലിയ രീതിയിലുള്ള അഴിമതികൾ നടന്നിട്ടുണ്ട്. ദയവ് ചെയ്ത് കോഴിക്കോട് മെഡിക്കൽ കോളേജിനെ നിങ്ങളൊരു സമര കേന്ദ്രമാക്കി മാറ്റരുത്. ഇനി വരും ദിവസങ്ങളിൽ ഇക്കാര്യം ഉന്നയിച്ചുകൊണ്ട് വലിയ പ്രക്ഷോഭത്തിന് BJP നേതൃത്വം നൽകും. മെഡിക്കൽ കോളേജിന്റെ നടത്തിപ്പുമായി ബന്ധപ്പെട്ട് ഉപജാപക സംഘങ്ങൾ പ്രവർത്തിക്കുന്നതായി BJP ആരോപിച്ചു. നിർമ്മാണത്തിലെ അശാസ്ത്രീയത NIT സംഘം പരിശോധിക്കണം. സർക്കാരിന്റെ കെടുകാര്യസ്ഥതയ്ക്കെതിരെ BJP പ്രതിഷേധം ശക്തമാക്കുമെന്നും നേതൃത്വം വ്യക്തമാക്കി. ഉപകരണങ്ങൾ സ്ഥാപിക്കുന്നതിലടക്കം വലിയ ക്രമക്കേട് നടന്നു എന്ന വിമർശനവും ശക്തമായിരുന്നു. ക്രമക്കേടും അഴിമതിയും നടന്നു എന്ന വിമർശനം സാധൂകരിക്കുന്നതാണ് നിലവിലെ സാഹചര്യം. ജനം, കോഴിക്കോട്.